അത് പലപ്പോഴും തസവുഫുമായി ബന്ധപ്പെടുന്ന പഠനങ്ങളിൽ പല സംഗതികളും നോർമലൈസ് ചെയ്യപ്പെടുകയും ഉം. അതിൻ്റെ ഗൗരവത്തിൽ, അതായത് ഈ പറയുന്ന സൂഫിയാക്കൾ എന്ന് നമ്മൾ പറയുന്ന ഇത്രയും വലിയ സ്റ്റാവാർട്ടായിട്ടുള്ള ഐക്കൺസിൻ്റെ ടീച്ചിങ്സിൽ നിന്നൊക്കെ മാറി അതെ അതെ ഒരു 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 ഡീവിയേഷൻ വരുന്നുണ്ട് എന്നുള്ളതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട്. മൊത്തത്തിൽ ഒരു പേർഷ്യനേറ്റ് എന്നുള്ള ആ ഒരു പഠനങ്ങളുടെ ഒരു പ്രശ്നം കൂടിയാണ്. കുറേ പേർഷ്യനേറ്റ് പഠനങ്ങൾ വന്നിട്ടുള്ളത് ഭയങ്കരമായിട്ട്. കാരണം ഏറ്റവും ആദ്യത്തെ സൂഫി പിന്നെ ഫിഗേഴ്സൊക്കെ ഉള്ളത് ഇറാൻ, പിന്നെ ഇന്ന് ഇറാനിൽ നിന്നുള്ള പേർഷ്യൻ നിന്നാണ്. ഇപ്പോൾ മൗലാന റൂമി, പിന്നെ സാദി ഷിറാസി, ഹംസുലക്ക് തബരേസി, അങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ ഫിഗേഴ്സൊക്കെ വരുന്നത് അവിടെ നിന്നാണ്. പക്ഷേ ഇവരെ ഈ പേർഷ്യനേറ്റ് പഠനങ്ങൾ, പേർഷ്യൻ സ്റ്റഡീസ് ഉണ്ടായിരുന്നുള്ള ഇവരൊക്കെ ഒരു സെക്യുലറൈസ് ചെയ്തിട്ട് എന്താണ് ഒരു ഇസ്ലാമിക് ഇതിൻ്റെ പുറത്തുനിന്ന് ഇവരൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറേയൊക്കെ ഇങ്ങനത്തെ ഒരു തെറ്റായ ധാരണകൾ സൂഫിസത്തെ പറ്റിയും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റൂമി പോയിട്രി എല്ലാവർക്കും അറിയാം. പക്ഷെ റൂമി ഒരു ഇസ്ലാമിക് ട്രഡീഷൻ്റെ അകത്തുള്ള ഒരു എന്താണ് ശരിക്കുള്ള മഹത്വം പലപ്പോഴും ആ ഒരു സൂഫി ഫിഗർ ആയിരുന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. അപ്പോൾ ഇങ്ങനത്തെ പഠനങ്ങളുടെ ഒക്കെ കുറേ പ്രശ്നങ്ങളാണിത്. അപ്പോൾ ജിലാനിയെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അങ്ങനത്തെ ഒരു തിയററ്റിക്കലി തന്നെ നമുക്കതിനെ നല്ല രൂപത്തിൽ മനസ്സിലാക്കാനും അതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം.